بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد ആദരണീയരായ ഉസ്താദുമാരെ, സ്നേഹനിധികളായ കൂട്ടുകാരെ, ക്യുറഞ്ചിയ ആർട്ടുകാലയുടെ ഈ പ്രൗഢമായ വേദിയിൽ ജാതി മത വർഗ വ്യത്യാസമെന്ന് നാം അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്. പരിസ്ഥിതി സംരക്ഷണം, പ്രവാചക പാഠങ്ങൾ എന്ന ഏറെ പ്രശസ്തമായ വിഷയം. ആധുനിക കാലത്തെ പ്രശ്നങ്ങളിൽ ഏറ്റവും വലിയ പ്രശ്നം പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണെന്ന് തർക്കമില്ലാത്ത കാര്യമാണ്. മുഹമ്മദ് നബിയുടെ കാലാതീതമായ അധ്യാപനം നമ്മുടെ നല്ല ജീവിതത്തെ കുറിച്ച് ഉൾക്കാഴ്ചകൾ നൽകുന്നുണ്ട്. മുഹമ്മദ് നബിയുടെ എല്ലാ കാര്യങ്ങളും നാം ഉണർത്തണം. മനുഷ്യരുൾപ്പെടെയുള്ള ജീവജാലങ്ങൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഈ ഭൂമിയിൽ അല്ലാഹു തആല സംവിധാനിച്ചു വച്ചിട്ടുണ്ട്. ആ പ്രകൃതിയെ എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ സംരക്ഷിക്കണം, നാം എങ്ങനെ പ്രകൃതിയിൽ ജീവിക്കണമെന്ന് നമ്മെ പ്രവാചക പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരാശിയും പരിഗണിക്കേണ്ട ഒരു പൊതു തത്വമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രപഞ്ച വ്യവസ്ഥയിലെ ഒന്നിനെയും അകാരണമായി നശിപ്പിക്കരുത്. പരിസ്ഥിതിയെ മലിനമാക്കുന്നവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം താക്കീത് ചെയ്യുന്നുണ്ട്. 3 ശാപങ്ങളെ സൂക്ഷിക്കുക: ജലസ്രോതസ്സുകളിലും വൈവക്കിലും വൃക്ഷത്തണലുകളിലും വിസർജിക്കുക എന്നതാണ് ഇതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രകൃതി മലിനമാക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകൃതി സംരക്ഷണത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യങ്ങളിൽ ഒന്ന് ജലസംരക്ഷണത്തിന് വേണ്ടി മുത്തുനബി നൽകിയ ഊന്നലായിരുന്നു. ജലക്ഷാമം നിരന്തരമായ വെല്ലുവിളികളായിരുന്ന അറേബ്യൻ ഭൂപ്രദേശങ്ങളിൽ ജീവിച്ചിരുന്നെങ്കിലും അതിന്റെ ന്യായമായ ഉപയോഗത്തിനായി വാദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ധാരാളമായി ഒഴുകുന്ന നദിയുടെ തീരത്ത് വുളൂ ചെയ്താലും വെള്ളം പാഴാക്കരുത് എന്ന്. മരങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തമമായ മാതൃക ഹൈബറിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് അറിയാൻ കഴിയും. ഹൈബറിൽ ശത്രുക്കൾ കോട്ടയ്ക്ക് പുറത്ത് വരാതിരുന്നപ്പോൾ അവരെ കോട്ടയ്ക്ക് പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപയോഗിച്ച തന്ത്രം അവരവരുടെ ജീവനേക്കാളും മക്കളെക്കാളും സ്നേഹിച്ച പരിപാലിച്ച ഈന്തപ്പന മരങ്ങൾ മുറിക്കാൻ ഉത്തരവ് കൊടുത്തുകൊണ്ടായിരുന്നു. എന്നിട്ട് സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ വളരെ സാവധാനം ഓരോ മരത്തെയും മുറിക്കുക. അധികം മരത്തെ നിങ്ങൾ മുറിച്ചോ നഷ്ടപ്പെടുത്താൻ പാടില്ല. അതിപ്രധാന വേളയിലും അമിതമായി മരം മുറിക്കലിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്ന തന്റെ അനുജന്മാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകാറുണ്ടായിരുന്ന ഉപദേശം ഒരുപക്ഷേ ആധുനിക പരിസ്ഥിതി സംരക്ഷണ സംഘടനകൾക്കും മറ്റും വലിയ മാതൃകയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുകയും ജൈവ വൈവിധ്യം നിലനിർത്തുന്നതിന്റെയും നിർണായകമായ വനവൽക്കരണത്തിന്റെയും പുനർനിർമ്മാണത്തിന്റെയും പാരിസ്ഥിതിക നേട്ടങ്ങളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശം അടിവരയിടുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുസ്ഥിരം കൃഷി പരിശീലിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. പ്രവാചകന്റെ കാരുണ്യം മൃഗങ്ങളിലേക്കും വ്യാപിച്ചോ. അവരുടെ മനുഷ്യത്വപരമായ പെരുമാറ്റത്തിന് ഊന്നൽ നൽകുകയും മൃഗങ്ങൾക്ക് അമിതഭാരം ചുമയ്ക്കുന്നതിനെ മുന്നറിയിപ്പ് നൽകുകയും അവയെ നന്നായി പരിപാലിക്കുകയും ചെയ്യണമെന്ന് നിർദ്ദേശിച്ചു. ഇതുപോലെ എല്ലാ ജീവജാലങ്ങളും നമ്മളെ പോലുള്ള വർഗമാണെന്നും സമൂഹമാണെന്നും വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നു. ആ വർഗത്തോടും സമൂഹത്തോടും കരുണ കാണിക്കാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്നു. അല്ലാഹു തആല പറയുന്നു, ഭൂമിയിലുള്ള ഏതൊരു ജന്തുവും 2 ചിറകുകൊണ്ട് പറക്കുന്ന ഏതൊരു പക്ഷിയും നിങ്ങളെ പോലുള്ള ചില സമൂഹങ്ങൾ മാത്രമാകുന്നു. മാത്രമല്ല, ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചക പാഠങ്ങളിലൂടെയും നമുക്ക് കാണാൻ കഴിയും. നാം നമ്മുടെ വീടിന്റെ അകത്തളങ്ങളെയും പരിസരങ്ങളെയും പ്രത്യേകം സൂക്ഷിക്കുകയും
പ്രത്യേകം സൂക്ഷിക്കുകയും ചുറ്റുമുള്ള പക്ഷി മൃഗാദികളോട് കരുണ കാണിക്കുകയും വെള്ളവും ജീവവായുവും മലിനമാക്കാതെ സൂക്ഷിക്കുകയും ചെയ്യണമെന്ന പ്രവാചക പാഠങ്ങളെ ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ദുആ വസിയത്തോടെ വആഖിറ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.